ഹായ് സുഹൃത്തുക്കളെ, സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞു രാത്രി. 2025 ഡിസംബർ 31. നാളെ ന്യൂ ഇയറാണ്, പുതിയ വർഷം. ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ പേര് അനസ്. ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ ദമാമിലാണ്. സ്വന്തം സ്ഥലം തിരുവനന്തപുരം കണിയാപുരം. സൗദി അറേബ്യയിൽ വന്നിട്ടിപ്പോൾ 9 വർഷമാവുന്നു. 2017 വന്നത്. യൂട്യൂബിൽ ഈ വീഡിയോ ഇനി ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് വീഡിയോകളായിട്ട്, അതായത് ഈ കഴിഞ്ഞ കാലയളവുകളിലുണ്ടായ രസകരമായിട്ടുള്ള പല രാജ്യക്കാരുമായിട്ടുള്ള അനുഭവങ്ങൾ. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, മിസ്രി, ഈജിപ്ത്, സുഡാൻ, നമ്മുടെ തന്നെ രാജ്യത്തുള്ള നോർത്ത് ഇന്ത്യൻസ്, തമിഴ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉണ്ടായ രസകരമായിട്ടുള്ള പല അനുഭവങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാനും, അതുകൂടാതെ സൗദിയിൽ മാറി മാറി വരുന്ന പല നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് മലയാളികളെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻസിനെ ബാധിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ മുൻകരുതലുകൾ എടുക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും അതിൽ ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. പിന്നെ അതുകൂടാതെ പ്രവാസികളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന പല നിയമങ്ങളും പ്രവാസികൾ പാലിക്കേണ്ട പല കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അവെയർനെസ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് ഈ വീഡിയോയിൽ, ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഫീൽഡ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. ഞാൻ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടെ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ ഏകദേശം 30 വയസ്സ് വരെ ഒരു 8 വർഷത്തോളം നാട്ടിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഏകദേശം മൊത്തം ഒരു 16-17 വർഷത്തെ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ട് നാട്ടിലും സൗദിയിലുമായിട്ട് മൊത്തം. അതെ, അപ്പോൾ ഇതിലെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ മതപരമായോ രാഷ്ട്രീയപരമായോ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാതെ പുഞ്ചിരിച്ച മുഖത്തോടെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോയിലൂടെ ചില രസകരമായിട്ടുള്ള അനുഭവങ്ങളും, അതുകൂടാതെ വേറെ വീഡിയോകളിൽ നല്ല ഇൻഫർമേഷനുകൾ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് വീഡിയോയുടെ കാര്യം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ രസകരമായിട്ടുള്ള അനുഭവത്തിൽ ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വരുന്നത്, ഇപ്പോൾ തണുപ്പാണ്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്, 10 ഡിഗ്രി 8 ഡിഗ്രി അങ്ങനെയൊക്കെയാണ് തണുപ്പ്. അപ്പോൾ നാട്ടിൽ ഞാനെൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരുത്തൻ ചോദിക്കുന്നു കുറച്ചുകൾ മുമ്പ്, സൗദിയിൽ എങ്ങനെ തണുപ്പ് വന്നു, അവിടെ എപ്പോഴും ചൂടല്ലേ, മണലാരണ്യം, ചുട്ടുപൊള്ളുന്ന മണ്ണ്, ചുട്ടുപൊള്ളുന്ന ചൂട് എപ്പോഴും. അപ്പോൾ ഈ തണുപ്പ് സമയത്തുള്ള ഇതിനെപ്പറ്റി മഞ്ഞ് വീഴുന്നതും അല്ലെങ്കിൽ ഐസ് കട്ട പോലെ വീഴുന്നതും ആലപ്പുഴ വീഴുന്നതും അതിനെപ്പറ്റി അവനിക്ക് അറിയത്തില്ല. അങ്ങനെ പല ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യൂരിയസിറ്റി ആയിട്ട് ചോദിക്കുന്നു, സൗദിയിൽ എങ്ങനെ തണുപ്പുണ്ടാവും, തണുത്ത സമയങ്ങൾ അങ്ങനെ തണുപ്പുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതിനെപ്പറ്റി അങ്ങനെ ഒരു ആശ്ചര്യപ്പെടുന്നു ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതുപോലെ അടുത്ത വീഡിയോകളിലൊക്കെ രസകരമായിട്ടുള്ള പല എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു.